പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളുരുത്തി. വോയിസ് ഓഫ് കൊച്ചി കോൺഗ്രസ് പ്രവർത്തക കൂട്ടായ്മ സംഘടിപ്പിച്ചു. വോയിസ് ഓഫ് കൊച്ചി കോൺഗ്രസ് പ്രവർത്തക കൂട്ടായ്മ ശ്രീനാരായണ ഹാളിൽ സംഘടിപ്പിച്ചു. UDF സ്ഥാനാർത്ഥിയായി കൊച്ചിയിൽ നിന്നുള്ളവർ തന്നെ മത്സരിക്കണമെന്നതാണ് വോയിസ് ഓഫ് കൊച്ചി കോൺഗ്രസ് പ്രവർത്തക കൂട്ടായ്മയുടെ ആവശ്യം. മുൻ കോൺഗ്രസ് നേതാക്കളാണ് പ്രവർത്തക കൂട്ടായ്മയിൽ പങ്കെടുത്തത്. പ്രവർത്തിക്കുമ്പോൾ ഈ കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. ഒരു പട പൊരുതുവാൻ ആർജവമുള്ള നേതൃത്വ പാഠവുമുള്ള ഒരു സംഘം യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. ഇന്ന് അവരൊക്കെ എവിടെയാണ്? ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ശ്രീമതി ഷീബ ഡുറോമിനെ പോലെയുള്ള, അല്ലെങ്കിൽ കൊച്ചിയുടെ മഹിളാ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് നോക്കുമ്പോൾ പ്രഗത്ഭരായ എത്രയോ വനിതാ രത്നങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ 38 വർഷം. മുൻ DCC ജനറൽ സെക്രട്ടറിയും മുൻ കൊച്ചി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ PK അബ്ദുൽ ലത്തീഫ്, മുൻ കൗൺസിലർ ഷീബ ഡുറോം, മുൻ കോൺഗ്രസ് നേതാവ് സിമി റോസ്ബെൽ ജോൺ, മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് CG വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പ്രവർത്തക കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയത്. കോട്ടയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, കോൺഗ്രസ് എന്നൊരു ലേബലിൽ ആര് നിന്നാലും ജയിക്കും. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ പാലത്തിനപ്പുറത്ത് നിന്ന് കെട്ടിയിറക്കുന്ന കൊച്ചിയിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകരെയും വളർത്താതെ അവരെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതൃത്വത്തിന് അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി മാത്രം, ആർക്കും എതിരായിട്ടല്ല ഈ ഒരു യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ളവർ തന്നെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന ആവശ്യം ഇവർ ശക്തമായി ഉന്നയിച്ചു. അതല്ലെങ്കിൽ മറിച്ച് ചിന്തിക്കേണ്ടി വരുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. കൊച്ചിക്ക് കൊച്ചിക്കാരൻ ഉണ്ടായെങ്കിൽ മാത്രമേ 10 വർഷമായി UDFന്റെ കയ്യിൽ നിന്ന് പോയ സീറ്റ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നും പ്രവർത്തക കൂട്ടായ്മയിൽ ആവശ്യമുയർന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരെയും കൂട്ടി ഒരുമിപ്പിച്ച്, അകന്നു നിൽക്കുന്നവരെയും പുറത്താക്കപ്പെട്ടവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ഇവിടെ കോൺഗ്രസ് വിജയിക്കുകയുള്ളൂ. അത് നാം ഏവരും കണ്ടതാണ്, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കണ്ടതാണ്. ഇനിയും ഇവിടത്തെ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത നേതൃത്വത്തിന്റെ, ലോക്കൽ നേതൃത്വത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഇവിടെ ആരെയെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥിയാക്കി, ആർക്കെങ്കിലുമൊക്കെ കൈവെക്കുവാൻ വേണ്ടി, ആരുടെയെങ്കിലും കയ്യാളായി തീരുവാൻ ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കി നിർത്തുവാനായിട്ടാണ്, അങ്ങനെ വിജയിപ്പിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഡൊമിനിക് പ്രസന്റേഷൻ സാറും എന്തുകൊണ്ട് മുൻ മേയർ ടോണി ചമ്മണിയും ജയിച്ചില്ല എന്ന് ഈ യോഗത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.